കോൺക്ലേവ് എന്ന സിനിമയിൽ സിസ്റ്റൈൻ ചാപ്പലിൽ പേപ്പൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് വെന്റിലേഷൻ വിൻഡോയുടെ ചില്ല് പൊട്ടിത്താരാണ്. പിന്നീട് അറിയുന്നത് സിറ്റിയിൽ പലയിടങ്ങളിലായിട്ട് ടെററിസ്റ്റ് അറ്റാക്ക് നടന്നു. ഒരു കാർ ബോംബ് എക്സ്പ്ലോഡ് ചെയ്തു. 52 പേര് കൊല്ലപ്പെട്ടു, 100-ലധികം പേർക്ക് പരിക്കേറ്റു. കർദിനാൾ സംഘം ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ കൺസർവേറ്റീവായിട്ടൊരു കർദിനാൾ വളരെ ദേഷ്യത്തോടെ എഴുന്നേറ്റ് ഇങ്ങനെ പറയുന്നുണ്ട്, ഡോക്ടർ ഓഫ് റിലേറ്റീവ്സിൻ്റെ റിസൾട്ട് കണ്ടില്ലേ? നമ്മൾ അവരോട് സഹിഷ്ണുത കാട്ടി, അവർക്ക് നമ്മുടെ നാട്ടിൽ സ്ഥലം കൊടുത്തു, മോസ്കുകളും മിന്നാരങ്ങളൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരാണ്. എന്നിട്ടിപ്പോൾ എന്തായി? ദേ ആർ ലിറ്ററലി അറ്റ് അവർ വാൾസ് റൈറ്റ് നൗ. വി ആർ ഫേസിങ് എ ട്രൂ റിലീജിയസ് വാർ. വി ഷുഡ് ഫൈറ്റ് ദീസ് ആനിമൽസ്. കർദിനാൾമാരുടെ ഇടയിൽ ഒരു തർക്കം ഉണ്ടാവുകയാണ്, സംസാരം ഉണ്ടാവുകയാണ്. ആ സമയത്ത് അതുവരെ നിശബ്ദനായിരുന്ന, ആർക്കും ഒട്ടും പരിചയമില്ലാത്ത ഒരു പാവം പിടിച്ച കർദിനാൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. കർദിനാൾ വിൻസെൻ്റ്. അദ്ദേഹം കാബൂളിലെ കർദിനാളാണ്. അദ്ദേഹം വളരെ ശാന്തമായിട്ട് ചോദിക്കും, നിങ്ങൾക്ക് യുദ്ധത്തെക്കുറിച്ച് എന്തറിയാം? ഞാൻ കാബൂളിലും കോങ്കോയിലും ബാഗ്ദാദിലും ഒക്കെ മിനിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മരിച്ച് വീണവരുടെ നീണ്ട നിര കണ്ടിട്ടുണ്ട്. അതിൽ മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. നിങ്ങൾ ഫൈറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ ആരോടാ ഫൈറ്റ് ചെയ്യുന്നത്? ഈ ബോംബ് പൊട്ടിച്ചവരോടോ? നമ്മൾ വെറുപ്പിന് ഇടം കൊടുത്താൽ, മനുഷ്യനെക്കുറിച്ച് സംസാരിക്കാതെ മതങ്ങളെക്കുറിച്ച് സംസാരിച്ചാൽ ശരിക്കും യുദ്ധം നടക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്, നമ്മോട് തന്നെയാണ്. ദ ഗോസ്പൽ ഈശോ പറയും, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു, സ്നേഹിക്കണം. നമുക്കറിയാം അത് ക്രിസ്തു നൽകിയ പുതിയ കൽപ്പനയൊന്നുമല്ല, പണ്ട് തൊട്ടുള്ള കൽപ്പനയാണ്, എല്ലാ മതങ്ങളുടെയും കൽപ്പനയാണ്. പിന്നെ എന്താ ക്രിസ്തു പുതിയ കൽപ്പന എന്ന് പറഞ്ഞേ? ഇത്രയേ ഉള്ളൂ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. അത് പുതിയതാണ്. ലോകത്ത് ഇന്നുവരെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അപ്പോൾ ക്രിസ്തു എങ്ങനെ സ്നേഹിച്ചേ? ഇത് ഗോസ്പൽ തുടങ്ങുന്നത് എങ്ങനെയാണ്? അവൻ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ആരാ പുറത്തു പോയത്? പുറത്തു പോയത് യൂദാസാണ്. യൂദാസ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയത് തന്നെ ഒറ്റിക്കൊടുക്കാനാണെന്ന് ക്രിസ്തുവിന് നന്നായിട്ട് അറിയാം. എന്നിട്ട് ക്രിസ്തു അവനെ വഴക്ക് പറയുന്നില്ല, ക്രിസ്തു അവനെ പിടിച്ചു നിർത്തുന്നില്ല. ക്രിസ്തു അങ്ങനെ സ്നേഹിച്ചേ. അവിടെ വെറുപ്പില്ല. നമ്മൾ വെറുക്കുന്നവനെയും നമ്മളെ പീഡിപ്പിക്കുന്നവനെയും എല്ലാവരും സ്നേഹിക്കണം. അതാണ് പുതിയ കൽപ്പന.